ലോക കണ്ട മനുഷ്യരോടാണ് പറയുന്നത്. ഞാനിത് രണ്ടാമത്തെ തവണ ഈ ലോക കണ്ടിരുന്നു. ഗംഭീര പൊളിറ്റിക്സ് ഉള്ള സിനിമയാണ് ലോക, പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഒരു രാജാവ് തീരുമാനിച്ച് ഒരു കാട്ടിലുള്ള മനുഷ്യരെയും അവരെ ആരാധിക്കുന്ന ദേവിയെയും ചുട്ടരിച്ച് കളയുമ്പോൾ അവിടെ വേട്ടയാടപ്പെടുന്നവരാരാണോ വേട്ടക്കാരാരാണ് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. അവരുടെ വിശ്വാസത്തെ വേട്ടയാടുന്ന രാജാവിനെ കൃത്യമായിട്ട് ഈ ലോക എന്ന സിനിമ അടയാളപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ളൊരു സീൻ എന്താണെന്ന് വെച്ചാൽ, കല്യാണിയും നെസ്ലനും കൂടി, സിനിമ കണ്ടവരോടാണ്, കല്യാണിയും നെസ്ലനും ചേർന്ന് ബ്ലഡ് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ കല്യാണി പെട്ടെന്ന് സ്റ്റക്കായി നിൽക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ അവിടെ ഒരു മരം കാണുന്നുണ്ട്, അവിടെ ഗണപതിയുടെ ഒരു വിഗ്രഹം കാണുന്നുണ്ട്. ഈ ഗണപതിയുടെ വിഗ്രഹം ഉണ്ടായിരുന്നിടത്താണ് പണ്ട് ഇവരുടെ ദേവി കുടിയിരുന്നിരുന്നത്. ആ ദേവി ഉണ്ടായിരുന്നിടത്ത് നാഗരികത, പുതിയ ആളുകൾ, ബ്രാഹ്മണിക്കൽ അജണ്ട വന്നതിന് ശേഷം പുതിയ ദൈവങ്ങൾ വന്നു, പുതിയ മനുഷ്യർ വന്നു. അവിടെ ഈ പറഞ്ഞതുപോലെയുള്ള കാളിയും ചാത്തനും മാടനും മറുതയും എല്ലാം ഇല്ലാതെയായി പുതിയ പോളിഷ്ഡ് ദൈവങ്ങളുണ്ടായി. അതായത് ഉയർന്ന ജാതിക്കാരുടെ ദൈവങ്ങളുണ്ടായി, താഴ്ന്ന ജാതിക്കാരുടെ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ, സാധാരണ മനുഷ്യരുടെ, പണിയെടുക്കുന്നവരുടെ ദൈവങ്ങളൊക്കെ ഇല്ലാതെയായിട്ട് പുതിയ പണിയെടുക്കാത്ത തിന്നുകൊടുത്ത ആളുകളുടെ ദൈവങ്ങളെല്ലാം അവിടെ കുടിയിരിക്കുന്നത് കൃത്യമായിട്ട് ആ ഒരു സീനിലൂടെ കാണിച്ചിട്ടുണ്ട്. ലോക വീണ്ടും വീണ്ടും കാണും തോറും ഒരുപാട് സാധനങ്ങൾ ഒളിപ്പിച്ചൊരു സിനിമയാണ്. എന്നാൽ ഈ പൊളിറ്റിക്സ് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ വന്നുപോകുന്നത് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും എന്നുകൊണ്ട് എനിക്ക് ബുദ്ധി ഉണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ സംഘികൾക്ക് ഇത് മനസ്സിലാവണമെന്നില്ല. അവർ ഈ പൊളിറ്റിക്സ് അവർക്ക് ലൂസിഫർ പോലെയുള്ള സിനിമകളിലൂടെ ഡയറക്റ്റായിട്ട് ഇൻജെക്ട് ചെയ്താൽ മാത്രമേ അവർ പ്രതികരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് അവരറിയാൻ പോലും പോകുന്നില്ലെങ്കിൽ ഒരു സാധനം അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന്. എന്തായാലും ഹാൻഡ്സ് ഓഫ് ലോക ടീം.